നമുക്കിന്നേ ക്യാപ്സിക്കം പനീർ ഒരു ഡ്രൈ മസാല ഉണ്ടാക്കിയാലോ. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ. ഒരു പാക്കറ്റ് പനീറുണ്ട്. ക്യാപ്സിക്കം നമ്മൾ ഒരു ഗ്രീൻ എടുത്തു, ഒരു റെഡിൻ്റെ പകുതി എടുത്തു. സവേളയൊക്കെ കണ്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാ ഇങ്ങനെ ഏതളടത്തിയിട്ട് നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ദാണ്ടത് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് അതൊക്കെ ഇടുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഒരു സവാള ചോപ്പ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. ഇതാ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ ഇതാ ഏതളടത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതീയിലങ്ങ് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇതാ കണ്ടോ, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാ 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് തട്ടി കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഒരു നുള്ളുപ്പും കൂടെ. അങ്ങനെ നമ്മുടെ മുളക് പൊടിയും നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നപ്പം നമ്മളിത് പനീർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറിക്കോട്ടെ. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് നോക്കണ്ടേ. ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു കളർഫുൾ കറി അല്ലേ, നോക്കിയേ, നല്ല മണവും കണ്ടോ. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിച്ചപ്പിടാവേ. മൂടി വയ്ക്കാം, സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് എടുത്ത് ഇതാന്ന് നോക്കിയേ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേനേ ഒരു ഡിഷാകും. പനീറൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലേ കുറച്ച് നാൾ ഇരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ പനീർ ക്യാപ്സിക്കം ഡ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാര്യം വെച്ചാൽ നല്ലതാണ്, വെറൈറ്റി അല്ലേ. അത് തന്നെയല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.